ഹായ് ഫ്രണ്ട്സ്, IP മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലെ ഇറങ്ങിയ 10-ാം തീയതി ഇറങ്ങിയ രണ്ടാമത്തെ ഒരു മൂവി ഉണ്ട്, നമ്മുടെ ആലപ്പുഴ ജിംഖാന. ഇന്നലെ കണ്ടിരുന്നു, റിവ്യൂ ഇന്നാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിന് വിശേഷങ്ങളിലേക്ക് കടക്കാം. ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത തല്ലുമാലയ്ക്ക് ശേഷം വരുന്ന ഒരു മികച്ചൊരു സിനിമയാണ് ആലപ്പുഴ ജിംഖാന. തല്ലുമാല 2 എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഇപ്പോൾ ഒരു പക്ക ഇടിപ്പടം. തല്ലുമാലയിൽ എല്ലാവരും കൂട്ടത്തോടെയുള്ള ഇടിയായിരുന്നെങ്കിൽ നമ്മളെ ജിംഖാനൊക്കെ എത്തുമ്പോൾ അത് രണ്ടുപേരിലേക്ക് ഒതുങ്ങുന്നത്. പക്ഷെ അത് അതിൻ്റെ ഒരു മേക്കിങ്ങും അതിൻ്റെ ആ ഒരു ത്രില്ലടിപ്പിച്ച് അങ്ങനെ ഇരുത്തും നമ്മളെ. ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ നമുക്ക് ഭയങ്കര രോമാഞ്ചം ഉണ്ടാകുന്ന സംഭവമൊക്കെ ഉണ്ട്. ഭയങ്കര ആവേശമായി പോകും. അത് നമ്മുടെ തിയേറ്റർ മൊത്തം തന്നെ ഇളകും. ആ രീതിയിലൊക്കെ സീനുകളൊക്കെ ഉണ്ട്. സ്റ്റോറി ബേസ് ഒന്നുമില്ലെങ്കിലും ഒരു ചെറിയൊരു സ്റ്റോറിയാണ്. അതെ അതെ, ഒരു ത്രെഡ് വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. ചെറിയൊരു ത്രെഡാണ്, പക്ഷെ അത് മേക്ക് ചെയ്ത രീതി ഭയങ്കര രസം. മേക്കിംഗ് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതിന്റെ മ്യൂസിക് വിഷ്ണു വിജയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഇപ്പോ ഓരോരോ സിനിമ കഴിയുമ്പോൾ മികച്ചതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെ, തീർച്ചയായിട്ടും. നല്ല BGM ആയാലും കാര്യങ്ങളൊക്കെ ആയാലും അതിലുള്ള പിള്ളേര് നെസ്ലിന ടീമും ഒരു രക്ഷയില്ല. ഓരോ നിമിഷവും അവര് നമ്മളെ ചിരിപ്പിച്ചുകൊണ്ടും നമ്മളെ അമ്പരിപ്പിച്ചുകൊണ്ടിരിക്കണം. അവരെ ആക്ടിങ് സ്കില്ലൊക്കെ രസം. നെസ്ലിനെ സംബന്ധിച്ച് മൂപ്പര് ഒരേ ശൈലിയിൽ തന്നെയാണ് അഭിനയിച്ചു പോണേ. ഒരു ഡിഫറെന്റ് ആയിട്ട് ഒന്നുമില്ല, എന്നാലും നമുക്ക് കണ്ടിരിക്കുക. ഒരു മടുപ്പ്. അതിൽ 3 ആക്ട്രസാണ് വരുന്നത്, 3 നായികമാരുണ്ട്. ആ 3 നായികമാർക്ക് ഒരേ ലെവലിലാണ് റോൾ കൊടുത്തിരിക്കുന്നത്. അതില് നമ്മളെ മൂന്നാമതായിട്ട് വരുന്ന ഒരു ബോക്സറൊക്കെ ഉണ്ട്. ഏതാ ഫൈറ്റ്, ലാസ്റ്റ് ഫൈറ്റ് ഒക്കെ നല്ല തല്ലുമാല പോലെ തന്നെ തല്ലുമാല, എല്ലാരും കൂടി ഉള്ള ഒരു ഫൈറ്റ് നല്ല രസമായിട്ട്. ക്യാമറ ഒക്കെ അടിപൊളിയാട്ടോ, രക്ഷയില്ല. എങ്ങനെ എടുത്ത് നോക്കിയാലും നമുക്ക് അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാല് നമ്മൾ തുടക്കം മുതൽ എൻഡ് വരെ നമ്മൾ അതിൽ എൻഗേജിങ് ആവുന്നുള്ളതാണ്. ഒരു ലാഗ്, ഒരു പ്രശ്നമില്ല. ഒരു സമയത്ത് പോലും നമുക്കൊരു ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. തല്ലുമാല ഇഷ്ടപ്പെട്ടവർക്ക് തീർച്ചയായിട്ടും ഈ സിനിമ പോയി കാണാം. അവർക്ക് ഇഷ്ടപ്പെടും. ന്യൂജൻ ഫിലിമാണ്. അപ്പൊ ഓവർ എക്സ്പെക്ട് ചെയ്ത് പോയിട്ട് നമ്മൾ നിരാശപ്പെടുത്തും. അപ്പൊ എക്സ്പെക്ട് ചെയ്യാതെ നമ്മൾ പോയാല് വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഖാലിദ് റഹ്മാൻ മൂവി. പക്ക ഖാലിദ് റഹ്മാൻ മൂവിയാണ്. അത് തുടക്കം മുതലേ ഉള്ള ബോക്സിംഗ് ആണ്. പക്ക തുടക്കം മുതലേ ഒരു ബോക്സിംഗ് ലെവലിലാണ് സിനിമ പോകുന്നത്. എൻഡിങ്ങും അത് തന്നെയാണ്. അത് എനിക്ക് തോന്നുന്നു വെച്ചാല് ഫാമിലിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതേപോലെ കുട്ടികളിലേക്ക് നല്ല സിനിമ എത്തും എന്നുള്ളതാണ്. ഇപ്പോൾ കുട്ടികൾ ഭയങ്കര ഇഷ്ടപ്പെടും. കാരണം ഈ പിന്നെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളിലേക്ക് ഇങ്ങനത്തെ ഓരോ സ്പോർട്സ്പരമായ കാര്യങ്ങളിലേക്ക് പോകുന്ന രീതിയിലുള്ള അങ്ങനത്തെ സിനിമ മുന്നോട്ട് പോകുന്നത് ഒരു ഭയങ്കര രസമായിട്ടുണ്ട്. എബോവ് ആവറേജ് മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വൺ ടൈം വാച്ചബിൾ ആയിട്ട് നമുക്ക് കാണാം. വൺ ടൈം മാത്രമല്ല, വീണ്ടും നമുക്ക് കാണാൻ തോന്നും. അങ്ങനത്തെ എനിക്കൊരു വൺ ടൈം വാച്ചബിൾ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. കണ്ടിരിക്കാം എന്തായാലും. എന്താ വെച്ചാൽ നമുക്ക് രസമായിട്ട് നമ്മള് ചെറിയ കോമഡികളൊക്കെ നമ്മളെ ഒരു കണ്ണടച്ച് കണ്ട പേരുണ്ട്. ഫുൾ ടൈം ഉണ്ട് അവിടെ. കോമഡി ഒക്കെ നമ്മള് കണ്ടു പറഞ്ഞ കോമഡിയാണ്, എന്നാലും നമ്മള് അതില് ഇരുന്ന് പോവും. എന്തായാലും ഇപ്പോൾ ഈ വിഷു റിലീസായിട്ട് വന്നിട്ടുള്ള രണ്ടാമത്തെ നമ്മൾ കണ്ട രണ്ടാമത്തെ മൂവിയാണ് ബസൂക്ക. നമ്മൾ റിവ്യൂ ചെയ്തിരുന്നു. രണ്ടാമത് ജിംഖാന ഉണ്ട്. ഈ 2 മൂവിയും നല്ല ഇതുണ്ട്. രണ്ടിലിപ്പോൾ എനിക്ക് പേഴ്സണലി ജിംഖാന ഒന്നും കൂടി എബോവ് ആവറേജ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അടുത്ത് നമുക്ക് കാണാൻ പോകുന്നത് നമ്മുടെ ഒരു മരണമാസം ഉണ്ട്, BC ജോസഫിൻ്റെ. ഓക്കെ, അതും റിവ്യൂ വരുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ റിവ്യൂ ഏറ്റവും എത്താം. ഓക്കെ, ബൈ.